കല്ലേറ്റിങ്ങരയിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്സ് ആണ്, 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് അരിതമെറ്റിക് സീക്വൻസ്. ഈ അരിതമെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 25, അതിൽ 4th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. Then 5th question ആണ് prove that the square of all the terms of an arithmetic sequence 4, 7, 10 belong to the sequence. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Prove that square of all the terms of an arithmetic sequence. ഇവിടെ ഒരു സമാന്തര ശ്രേണി തന്നിരിക്കുകയാണ്. ഏതാ സമാന്തര ശ്രേണി? ഇവിടെ 4, 7, 10. ഈ സമാന്തര ശ്രേണിയില് എല്ലാം that the square of all the terms of arithmetic sequence belongs to this sequence. ഈ സീക്വൻസിലെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ എത്രയാ? 4ന്റെ സ്ക്വയർ 16, 7ന്റെ സ്ക്വയർ 49, 10ന്റെ സ്ക്വയർ 100 ആണ് അല്ലെ? ഈ ടേംസ് ഇതിലെ പദമാകും. ഈ സീക്വൻസില്, ഈ അരിതമെറ്റിക് സീക്വൻസില് ഇതിന്റെ സ്ക്വയേഴ്സും ടേം ആയിട്ട് വരും എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഇതിലെ 4ലെ ഇതിന്റെ കോമൺ ഫാക്ടർ എത്രയാ? കോമൺ ആയിട്ടുള്ളത് ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിഫറൻസ് ആണ് കേട്ടോ, ഫാക്ടർ അല്ല. കോമൺ ഡിഫറൻസ് 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ? 3 ആണ്. മൈനസ് ചെയ്യുമ്പോൾ 7നെ 4ന് മൈനസ് ചെയ്താൽ 3, 10 മൈനസ് 7 3 അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ അരിതമെറ്റിക്, ഇതിന്റെ ആൾജിബ്രിക് ഫോം എഴുതണം. എന്താണ് ആൾജിബ്രിക് ഫോം? ആൾജിബ്രിക് ഫോം നമ്മൾ പഠിച്ചതാണ് അല്ലെ? വാട്ട്സ് ആൾജിബ്രിക് ഫോം? xn is equal to dn plus f minus d അല്ലെ? dn plus f minus d ആണ്. dn that is common difference. common difference ഇവിടെ കിട്ടിയില്ലേ? എന്താണ് common difference? common difference dn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d 3 ആണ് അല്ലെ? 3n പ്ലസ് f മൈനസ് d. f എവിടെയാണ്? f 4 മൈനസ് d, 4 മൈനസ് 3 എത്രയാ? 1 ആണ്. സോ ദ കോമൺ ഡിഫറൻസ് ഇവിടെ മൈനസ് ചെയ്തു. എഫിൽ നിന്ന് കോമൺ ഡിഫറൻസ് 4 മൈനസ് 3 കുറച്ചപ്പോ 3n പ്ലസ് 1 ആണ്. ഇതിന്റെ ആൾജിബ്രിക് ഫോം കിട്ടിയല്ലോ, എളുപ്പമല്ലേ നമുക്ക് ആൾജിബ്രിക് ഫോം കാണാൻ? ഇതിന്റെ ആൾജിബ്രിക് ഫോം 4, 7, 10 എന്നതിന്റെ ആൾജിബ്രിക് ഫോം എന്താണ്? 3n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതങ്ങൾ അല്ലെ? ദ മൾട്ടിപ്പിൾസ് ഓഫ് 3 അല്ലെ? 3 into n എന്ന് പറയുന്നത് 3 into n എന്ന 3n നമുക്ക് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 ഏത് വേണമെങ്കിലും കൊടുക്കാം. 3 into n ആണ്. n-ന്റെ മൾട്ടിപ്പിൾസ്, n എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. പ്ലസ് 1 എന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സാമ്പിൾസ് നോക്കാം. ഈ ടേംസ് നമുക്ക് ഇതിലെ ടേം ആണോ നോക്കാം. ഇത് 4 നോക്കിയ 3 into എത്രയാണ്? 3 into 1 പ്ലസ് 1. 3 into 1 എത്രയാ? 3 പ്ലസ് 1 4 കിട്ടി അല്ലെ? 3 into 2 6, 6 പ്ലസ് 1 7. ഇനി 3 into 3 9, 9 പ്ലസ് 1 എത്ര കിട്ടി? 10. അപ്പൊ ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം ഇതാണ്. അത് കിട്ടി. പക്ഷെ അതിന്റെ സ്ക്വയറുകൾ നോക്കിയാൽ എത്രയാ? 16. ഇത് നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മള് ആൾജിബ്രിക് ഫോം ആണ് കാണേണ്ടത്. ആൾജിബ്രിക് ഫോം കണ്ടുകഴിഞ്ഞാൽ 4, 7, 10 സീക്വൻസ് ആണ്. ഇതുപോലെ 16 വരുമോ നോക്കിയേ. 16 എന്താ ചെയ്യേണ്ടത്? n മൈനസ് 1 അല്ലെ? എത്രയാ? 15 വരണം. 15 എത്രയാണ്? 3 into 5 15 പ്ലസ് 1 എത്രയാ? 16 വരുന്നുണ്ട്. 49. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഇതിന്റെ സീക്വൻസ് എഴുതി. ഇനി നമ്മൾ ഇതിന്റെ സ്ക്വയറുകളാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് സീക്വൻസ്, അതിന്റെ സ്ക്വയർ 16 നമ്മളിപ്പോ പറഞ്ഞു. 3 into 5 പ്ലസ് 1 49 വരണമെങ്കിൽ എന്താണ്? 49 എത്രയാ നോക്കാം? മൈനസ് ചെയ്യാം. 49 1 മൈനസ് ചെയ്താൽ എത്രയാ? 48. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? 3യുടെ മൾട്ടിപ്പിൾസ് പ്ലസ് 1 49 വരുന്നത് അല്ലെ? ഇനി 99 ആണ്. 99 3 into എത്രയാണ്? 99 വരുമ്പോ 33. അപ്പൊ എത്ര വരും? 100 ടേംസ് ആണ്. പ്ലസ് 1 സീക്വൻസ് ആണ്. പക്ഷെ അങ്ങനെ നമുക്ക് കണ്ടാ പോരാ, നമുക്കത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് നമുക്ക് കിട്ടി അല്ലെ? ആൾജിബ്രിക് ഫോം നമുക്ക്
കിട്ടി. ആൾജിബ്രിക് ഫോം കിട്ടി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്? ആൾജിബ്രിക് ഫോം കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ഇതിൽ വരുമോ എന്ന് നോക്കണം. ഇതിന്റെ സ്ക്വയർ ഏതാണ്? 3n+1 ഓൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ ബീജഗണിത രൂപം ആൾജിബ്രിക് ഫോം ആണ് ഇത് കേട്ടോ. 3n+1 അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടത് അതിന്റെ എന്താ കാണേണ്ടത്? സ്ക്വയർ. ഇത് ഏതാ ഫോർമുല? നമ്മൾ ഐഡന്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. a+b all square പഠിച്ചേക്കുന്നല്ലേ? what is a+b all square? a square a+b all square എഴുതി നോക്കാം. എന്താണ് a+b all square? a square plus 2ab plus b square അല്ലേ? a square plus 2ab plus b square ആണ്. അപ്പോ 3n+1 all square അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? 3 എന്ന് പറയുന്നതാണ് എയും ഇതാണ് ബി. അപ്പൊ 3n all square എന്ന് പറഞ്ഞാൽ 9n square plus 2ab 2ab അത് എഴുതി നോക്കാം. എന്താണ് 2ab എന്ന് പറഞ്ഞാൽ 2 into a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3n plus b square അല്ല b 2ab ഒന്നാണ് അല്ലേ? into 1. അപ്പൊ 2 into 3 6 6 into 1 6n അല്ലേ? 6n plus പിന്നെ ഏതാ വരുന്നത്? 1ന്റെ സ്ക്വയർ 1 കിട്ടിയില്ലേ? അപ്പോ 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 ആണ് ഇതിന്റെ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇത് 3ന്റെ പ്രോഡക്റ്റ് ആണോ നോക്കണം അല്ലെ? 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 3 പുറത്തെടുക്കാം. ഇതിന് 3 പുറത്തെടുത്താൽ എത്രയാണ്? 9 divided by 3. 3 പുറത്തെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? 9 divided by 3 എത്രയാണ്? 3n സ്ക്വയർ. 9n സ്ക്വയറിനെയാണ് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 3n സ്ക്വയർ പ്ലസ് 6n നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? ഹരിക്കുമ്പോൾ 2n കിട്ടിയില്ലേ? പ്ലസ് 1 ആണ്. അത് പുറത്തെടുത്തു നമ്മൾ, കാരണം അതിന് കോമൺ ആയിട്ടാ. ഇതിന് മാത്രമേ പുറത്തു. അപ്പൊ ഇതിന് മാത്രമാണ് നമുക്ക് 3 പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ 3n സ്ക്വയർ പ്ലസ് 2n എന്ന് പറഞ്ഞാൽ ഒരു ടേം ആണെങ്കിൽ ഇൻറ്റു 3 അല്ലെ? 3 കൊണ്ട് ഗുണിച്ചു പ്ലസ് 1 ശിഷ്ടം 1 വന്നു. ഇത് തന്നെയല്ലേ ഇതിന്റെ ബീജഗണിത രൂപം. അപ്പൊ 16 49 100 അല്ലെ? ഇതിന്റെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പൂർണ്ണവർഗ സംഖ്യകള് ഇതിൽ പെടും. നമ്മൾ അതല്ല നമ്മൾ ചെയ്തു നോക്കേണ്ടത്. നമ്മളിവിടെ ആൾജിബ്രിക് ഫോമിൽ തന്നെ അതിനെ പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ആൾജിബ്രിക് ഫോമിനെ നമ്മൾ സ്ക്വയർ ഇട്ട് കൊടുത്തു. ആ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു a+b all സ്ക്വയർ. എന്നിട്ട് അടുത്തത് 2 into 3n+1 അല്ലെ? ഇത് 2ab. ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? 2ab കണ്ടതാണ്. 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1നെ നമ്മൾ 3 പുറത്തെടുത്തു. ഇപ്പൊ നമുക്കിത് മനസ്സിലായി. ഈ ടേമിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു പ്ലസ് 1 ചെയ്യുന്നതാണ് 3n+1 ഓൾ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ കാണുമ്പോൾ കിട്ടുന്നത് അത് തന്നെയാണ് ഇവിടെ കിട്ടിയത് അല്ലേ? 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ ഇങ്ങനെ? ഇവിടെയും അതെ. ഈ എന്ന് പറഞ്ഞ ഈ ടേമിന്റെ മൾട്ടിപ്പിൾ 3 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി. ഇവിടെയും അതെ 3 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി. അപ്പോ ഈ സീക്വൻസിൽ തന്നെ അതിന്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരും. കിട്ടിയില്ല എല്ലാവർക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5 8 11 കണ്ടെയ്ൻസ് നോ പെർഫെക്റ്റ് സ്ക്വയർ. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെന്ന്. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ. എങ്ങനെ ചെയ്യാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല എന്ന് പറയാൻ? ഇവിടെയും സീക്വൻസ് തന്നു 5 8 11 അല്ലെ? ഇതാണ് സീക്വൻസ്. എന്നിട്ട് ഇതിൽ പറയാണ് ഇറ്റ് കണ്ടെയ്നിങ് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. നമ്മൾ നേരത്തെ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്ത പോലെ തന്നെ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ഇട്ട് നോക്കിയാലല്ലേ പെർഫെക്റ്റ് സ്ക്വയറിൽ പെടുള്ളൂ നോക്കുക. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ആൾജിബ്രിക് ഫോം കാണണം. എന്താണ് ഇതിന്റെ ആൾജിബ്രിക് ഫോം? xn is equal to dn plus f minus d അല്ലെ? dn ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ d കണ്ടുപിടിക്കുക. f നമുക്കറിയാം 5 ആണ്. അപ്പൊ d ആണ് കിട്ടേണ്ടത്. d is equal to എന്താണ്? d
8 മൈനസ് 5 എത്ര 8 മൈനസ് 5 3. അപ്പൊ d 3 ആണെങ്കിൽ x is equal to ഇവിടെ എന്താണ് 3n പ്ലസ് f മൈനസ് d. f മൈനസ് d എത്രയാ f മൈനസ് d കാണാം. f എത്രയാ 5 മൈനസ് d എത്രയാ 3. 5 മൈനസ് 3 എത്രയാ വരുന്നത് 2 ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ആൾജിബ്രിക് ഫോം കിട്ടി. ഈ സീക്വൻസിന്റെ എല്ലാം കിട്ടിയില്ലേ. ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എത്രയാണ് 5. 5 ഒന്ന് ശരിയാണോ നോക്കിയേ. 3 ഇൻറ്റു 1 എത്രയാ 3. 3 പ്ലസ് 2 5 അല്ലേ. ഇനി 8 വന്നെങ്കിൽ നോക്കിയേ 3 ഇൻറ്റു 2 എത്രയാ 6. 6 പ്ലസ് 2 8 കിട്ടി. 11 വന്നെങ്കിൽ 3 ഇൻറ്റു 3 9. 9 പ്ലസ് 2 ചെയ്യുമ്പോൾ 11. സോ ഇത് ഇതിന്റെ ആൾജിബ്രിക് ഫോം ആണ്. ഇനി നമുക്ക് കാണുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇതിന്റെ സ്ക്വയർ കാണാം. ഇതിന്റെ സ്ക്വയർ ഇതിൽ വരുമെന്ന് നോക്കണമെങ്കിൽ സ്ക്വയർ ഇട്ട് കൊടുക്കണ്ടേ. 3n plus 2 all square പറഞ്ഞു തന്നതാണ് ഇപ്പൊ തന്നെ. a plus b all square ഫോർമുല എന്താ a square plus 2ab plus b square ആണ്. അപ്പൊ 3n plus 2 അല്ലേ. 3 എന്ന് പറഞ്ഞാൽ a ആണ്, ഇത് b ആണ്. എഴുതിക്കോ എന്താ പറയാ 3n square that is 9n square plus 2ab 2 into 3 6 6 into 2 എത്രയാ 8 ആണ് അല്ലേ. ഇവിടെ 3 എഴുതി നോക്കാം 2ab is equal to എന്താണ് 2 into a 3n into b ആണ്. അപ്പൊ എത്ര കിട്ടി 2 into 3 6 6 into 2 12 അല്ലേ. 12n പ്ലസ് 2ന്റെ സ്ക്വയർ ഇവിടെ 4 ആണ് കിട്ടുന്നത്. ഈ 2ന്റെ സ്ക്വയർ കിട്ടുന്നത് 4 അല്ലേ. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതിന്റെ നമ്മൾ 3 മൾട്ടി ഇവിടെ 3 ആണ് മൾട്ടിപ്പിൾസ്. ഇതിന്റെ ആൾജിബ്രിക് ഫോം എന്താണ് എന്നിനെ എന്താണ് 3യുടെ മൾട്ടിപ്പിൾസിന്റെ കൂടെ പ്ലസ് 2 ആണ്. അപ്പൊ 3 പുറത്തെടുക്കാൻ നമ്മൾ എത്രയാണ് 9 divided by 3 that is 3n square പ്ലസ് 12 നെ 3 ഡിവൈഡ് ചെയ്താൽ എത്രയാണ് 4n അല്ലേ. ഈ 4 പോവില്ല. അപ്പൊ നമ്മൾ പ്ലസ് 4 അവിടേക്ക് കൊടുത്തു. അപ്പൊ ഇതിന്റെ ആൾജിബ്രിക് ഫോം ഇപ്പൊ എന്താ 3 into 3n square plus 4n. This is a number. ഇതൊരു നമ്പർ ആണ്. 3n square plus 4n എന്ന് പറഞ്ഞ നമുക്ക് ഒരു നമ്പർ കിട്ടിയാൽ അതിന്റെ 3 കൊണ്ട് മൾട്ടിപ്പിൾ അതുപോലെ ശരിയാ 3 into n 3 into n ആണ്. പക്ഷെ ഇതിന് വേണ്ടത് എത്രയാണ് ശിഷ്ടം 2 ആണ്. ഇവിടെ എത്രയാ വന്നേക്കുന്നത് റിമൈൻഡർ എത്രയാ വരുന്നത് 4 ആണ് വരുന്നത് അല്ലേ. 3 കൊണ്ട് ഈ നമ്പറിനെ ഇൻറ്റു ചെയ്ത് പ്ലസ് 4 ചെയ്യുമ്പോഴാണ് കിട്ടുള്ളൂ. ഇവിടെ 3നെ n കൊണ്ട് ഇൻറ്റു ചെയ്ത് പ്ലസ് 2 ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ സീക്വൻസ് ആവോ ഈ സീക്വൻസിലെ നമ്പർ ആവോത്. ഇവിടെ പ്ലസ് 2 ആയിരുന്നെങ്കിൽ മാത്രമാണ് ഇതിന്റെ സീക്വൻസ് ആവുള്ളൂ. ഇത് പ്ലസ് 4 ആണ്. അതിന് നമുക്ക് ഇത് ശരിയാണോ നോക്കാം. 25 അല്ലെ 5ന്റെ എത്രയാ 25 ഇതിലെ ടേം ആണോ നോക്കി. 25 വരണമെങ്കിൽ 3 ഇൻറ്റു എത്ര വരാം 3 ഇൻറ്റു 5 15 ആണ്. 15 പ്ലസ് 4 എത്ര കിട്ടുന്നത് 3 ഇൻറ്റു 5 ചെയ്താൽ എത്ര കിട്ടും 15 15 പ്ലസ് 4 3 ഇൻറ്റു 5 15 പ്ലസ് 4 ചെയ്യുമ്പോ 19 ആണ് കിട്ടുന്നത്. അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ല. പിന്നെ 3 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ 18 പ്ലസ് 4 എത്ര കിട്ടുന്നത് 22 ആണ് കിട്ടുന്നത് അല്ലെ. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൽ വരുമോ ഇത് ഈ സീക്വൻസിൽ വരില്ല. കാരണം ഇവിടെ പ്ലസ് 2 ആണ്. 3യുടെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 2 ആണ്. ഇവിടെ 3യുടെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 4 ആണ്. അതുകൊണ്ട് അത് ആ സീക്വൻസിൽ വരില്ല. അപ്പൊ എഴുതി വെക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് therefore എന്താണ് നോ പെർഫെക്റ്റ് സ്ക്വയർ ഇൻക്ലൂഡിംഗ് ഇൻ ദിസ് സീക്വൻസ്. ഈ ശ്രേണിയില് ഇതിന്റെ പൂർണ്ണവർഗ സംഖ്യകള് വരില്ല എന്ന് എഴുതിയേക്കാം. ആൻഡ് ദ 7th ക്വസ്റ്റ്യൻ എഴുതാം. Write the whole numbers in the arithmetic sequence 11/8 14/8 ഇല്ലയോ 11/8 14/8 17/8 ഇതൊരു സീക്വൻസ് ആണ്. നമുക്ക് ഏത്
സീക്വൻസ് തന്നാലും അതിന്റെ ഓൾജിബ്രിക് ഫോം എഴുതണം കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് 11/8, അടുത്തത് 14/8, പിന്നത്തെ 17/8. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ്. അതില് ഡു ദേ ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ആദ്യം തന്നെ ഇതിലെ ഹോൾ നമ്പേഴ്സ് എഴുതണം. ഈ സീക്വൻസിലെ ഹോൾ നമ്പേഴ്സ് എഴുതണമെങ്കിൽ ആദ്യം ഇതിന്റെ അരിത്തമെറ്റിക് ഓൾജിബ്രിക് ഫോം കാണാം. ഓൾജിബ്രിക് ഫോം കാണാനുള്ള ഫോർമുല എന്താണ്? xn is equal to എന്താണ്? dn plus f minus d ആണ്. അതിലെ d എത്രയാ? d കണ്ടുപിടിക്കണം. ഇതിൽ d കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 14/8 മൈനസ് 11/8 അല്ലെ? 14/8 എന്ന് പറഞ്ഞ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു. രണ്ടിന്റെയും ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമില്ല, കാരണം രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം. അപ്പൊ 14 മൈനസ് 11 എത്ര കിട്ടി? 14 നിന്ന് 11 കുറച്ചു കഴിഞ്ഞാൽ 3 അല്ലെ? 3/8. 3/8 ആണ് അതിന്റെ ഡി. ഇനി നമുക്ക് എഫ് മൈനസ് ഡിയും കൂടി കണ്ടുവയ്ക്കാം. ഇവിടെ എഫ് മൈനസ് ഡി എത്രയാ? എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11/8 മൈനസ് ഡി 3/8. 11/8 നിന്ന് 3/8 കുറയ്ക്കാം. കിട്ടിയ എല്ലാവർക്കും? 11/8 നിന്ന് 3/8 കുറയ്ക്കുമ്പോ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ 11 മൈനസ് 3. 11 നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടി? എത്ര കിട്ടുന്നേ? 8 ഇവിടെ താഴെ 8 ആണ്. 8/8 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. അപ്പൊ എഫ് മൈനസ് ഡി എല്ലാവർക്കും കിട്ടി 1. അപ്പൊ ഇനി ആൽജിബ്രിക് ഫോം എഴുതാം. നോക്കിയേ, ഡി നമുക്ക് കിട്ടി എത്രയാണ്? 3/8 അല്ലെ? ഡി എന്ന് പറഞ്ഞാൽ 3/8 n പ്ലസ് 8/8 എഫ് മൈനസ് ഡി എത്രയാണ്? 1 അല്ലെ? 3/8 n പ്ലസ് 1. ഇനി ഇത് നമുക്ക് ആൽജിബ്രിക് ഫോം കിട്ടി. ആൽജിബ്രിക് ഫോം എല്ലാവർക്കും കിട്ടിയില്ലേ? ഈ ഫോർമുല നമ്മൾ എഴുതി, ഡി കണ്ടുപിടിച്ചു, എഫ് മൈനസ് ഡി കണ്ടുപിടിച്ചു, ഇക്വേഷനിലേക്ക് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ സീക്വൻസ് ഉണ്ടാക്കണം. എന്നിട്ട് ആ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതിന്റെ സീക്വൻസ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, 8 ആണ് ഡിനോമിനേറ്റർ. ഹോൾ നമ്പർ ആണ് എഴുതാൻ പറഞ്ഞിരുന്നത്. ഹോൾ നമ്പർ ഉണ്ടാവുന്ന സമയത്ത് ഡെസിമൽസ് ഒന്നും പറ്റില്ല. അപ്പൊ 8 പൂർണ്ണമായിട്ടും പോകണം, വേണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8ന്റെ മൾട്ടിപ്പിൾസ്, 8ന്റെ ഗുണിതങ്ങൾ എഴുതണം. അപ്പൊ ആദ്യം 1, 2, 3 ഒന്നും കൊടുക്കാൻ പറ്റില്ല. എന്നിന് നമ്മൾ ഏതാ കൊടുക്കുക? ആദ്യം n is equal to 8 കൊടുക്കാം. 8 കൊടുത്താൽ എങ്ങനെയാണ്? എന്നിന് 8 കൊടുത്തു കഴിഞ്ഞാൽ 3/8 ഇൻറ്റു എന്നിന്റെ അവിടെ 8 കൊടുക്കാൻ പറ്റില്ല. എത്രയാ? 8 പ്ലസ് 1. ഈ 8ഉം 8ഉം വെട്ടിപ്പോയി. അപ്പൊ 3 പ്ലസ് 1 എത്ര കിട്ടി? 4. അപ്പൊ സീക്വൻസിൽ ആദ്യത്തെ ടേം കിട്ടി കേട്ടോ. എന്നിന് 8 കൊടുത്താൽ ആദ്യത്തെ ടേം കിട്ടിയില്ലേ? അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് എന്നിന് എത്ര കൊടുക്കാം? 8ന്റെ മൾട്ടിപ്പിൾസ് 16 ആണ്. അപ്പോ 3/8 ഇൻറ്റു 16 പ്ലസ് 1 ആണ്. ഇവിടെ നമ്മൾ ഇത് വെട്ടിപ്പോയി. എത്ര കിട്ടി? 2. 8 ഇൻറ്റു 2 16 അല്ലേ? അപ്പൊ 3 ഇൻറ്റു 2 6. 6 പ്ലസ് 1 7. അടുത്ത ടേം കിട്ടി 7. ഇനി അടുത്തത് എന്നിന് 16, 8ന്റെ 1, 8 ഇൻറ്റു 2 16, 8 ഇൻറ്റു 3 24. അപ്പൊ അതിനും ചെയ്ത് നോക്കാം നമ്മൾ. 3/8 ഇൻറ്റു 24 പ്ലസ് 1. 24 ഇത് വെട്ടിപ്പോയി, 3 ആണ്. 3 ഇൻറ്റു 3 9. 9 പ്ലസ് 1 10. ഇപ്പൊ നമുക്ക് സീക്വൻസ് കിട്ടി അല്ലെ? 3 ചെയ്താൽ മതി കേട്ടോ. സീക്വൻസ് കിട്ടാൻ 3 ചെയ്താൽ മതി. 4, 7, 10 എന്നിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. 4, 7, 10 ഇട്ടിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് സീക്വൻസ് കിട്ടും. ഈ സീക്വൻസ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ നോക്കണം അല്ലെ? നമ്മളോട് ആദ്യം പറഞ്ഞു ഹോൾ നമ്പർ കാണാൻ പറഞ്ഞു. ഹോൾ നമ്പേഴ്സ് ആണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ഓൾജിബ്രിക് ഫോം എഴുതി. എന്നിട്ട് ഓൾജിബ്രിക് ഫോമിൽ നമ്മൾ എന്നിന്റെ അവിടെ വാല്യൂ ഇട്ട് കൊടുത്തു. വാല്യൂ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 8 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ 8ന്റെ ഗുണിതങ്ങളായിരിക്കണം നമ്മളിവിടെ എഴുതി അല്ലെ? 8, 16, 24. അങ്ങനെ നമുക്ക് സീക്വൻസ് കിട്ടി. ഇപ്പൊ സീക്വൻസ് എഴുതാം എല്ലാവരും. 4, 7, 10 കിട്ടിയില്ലേ സീക്വൻസ്? ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. എളുപ്പല്ലേ? സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡി കണ്ടുപിടിക്കണം. d is equal to 7 minus 4 എത്രയാ?
7 മൈനസ് 4 3 ആണ്. അടുത്തത് 10 മൈനസ് 7 3 ആണ് അല്ലെ, രണ്ടും 3 ആണ്. അപ്പൊ 3 കോമൺ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. ഇതില്ലേ ഈ കണക്ക് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതൊന്നുകൂടി പറയാം. ആദ്യം ഈ തന്നിരിക്കുന്നതിന്റെ ആൾജിബ്രിക് ഫോം. ഈ ആൾജിബ്രിക് ഫോമിൽ നമ്മൾ എന്നിന്റെ അവിടെ നമ്പേഴ്സ് ഇട്ട് കൊടുത്തു, സീക്വൻസ് ഉണ്ടാക്കി. ഇതാണ് നമ്മോട് ഫസ്റ്റ് ചോദിക്കണേ. ഈ സീക്വൻസ് ഹോൾ നമ്പേഴ്സ് വരുന്ന ഈ സീക്വൻസ് എഴുതാൻ പറഞ്ഞു. ഈ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ അടുത്തത് നമ്മളത് അരിതമെറ്റിക് സീക്വൻസ്. ഇവിടെ സീക്വൻസ് എഴുതണം കേട്ടോ. ഇത് ഇവിടെ അടുത്ത സ്റ്റെപ്പാണ് എഴുതേണ്ടത്. സീക്വൻസ് ഇസ് ഈക്വൽ ടു എഴുതിയിട്ട് 4 7 10. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീക്വൻസ് അരിതമെറ്റിക് സീക്വൻസ് ആണോ നോക്കാൻ, കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്. രണ്ടിലും നമ്മൾ ഡിഫറൻസ് നോക്കിയപ്പോ 3 ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. അപ്പൊ നമ്മുടെ ഈ സെറ്റിലെ കണക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നമ്മുടെ ഹെഡിങ് സംസ് ആൻഡ് ടേംസ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുത്തരും. സംസ് ആൻഡ് ടേംസ്, തുകകളും പദങ്ങളും തമ്മിൽ.